നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് നമ്മൾ സെമി സിൽക്കിൽ വന്നിട്ടുള്ള സാരികളുടെ കളക്ഷൻസ് ആണ്. ഫാൻസി ആയിട്ട് വന്നിട്ടുള്ള ഒരു ലക്നവി ചിക്കൻ വർക്ക്, ആ ഒരു പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള ഒരു ഫാൻസി സാരികളുടെ കളക്ഷൻസ്. ഇതിങ്ങനെ ഓൾ ഓവർ ത്രെഡ് വർക്കാണ്. ഒരു ലക്നവി എംബ്രോയിഡറി മെഷീൻ വർക്കാണ് വരണേ. 4 സൈഡ് വർക്കുകൾ വരുന്നു. ഇതാണ് മുന്താണി വരുന്നത്. ഓൾ ഓവർ ഈ ഒരു വർക്കാണ് വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ചെറിയ മോട്ടീഫായിട്ട് ബോഡി പാർട്ട് സ്ലീവിലേക്ക് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മെറ്റീരിയൽ. പ്രൈസ് വരുന്നത് 4295 ആണ് പ്രൈസ് വരുന്നത്. ഇനി ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള എൻ്റെ കളർ ചേഞ്ചാണ് വരുന്നത്. ഇതൊരു ബ്ലൂ ഷെയ്ഡ്, ഗ്രേ കളർ ടോൺ, ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. ഇതിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ വരുമ്പോഴേക്കും, ആ ബേസ് മെറ്റീരിയൽ വരുമ്പോഴേക്കും ചെറുതായിട്ടൊരു ഷിമ്മർ എഫക്റ്റ് വരുന്ന സെമി സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ ആ ഒരു മെറ്റീരിയലിനും ആ ഒരു റിച്ച്നെസ് ഉണ്ട്. നമ്മൾ ഉടുക്കുമ്പോഴും ഒക്കെ ആ ഒരു ത്രെഡ് വർക്കിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു സാരിയാണ്. ഇനി ഇതിൻ്റെ തന്നെ ഒരു ചിക്കു കളറ്. ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്കൊരു നെക്സ്റ്റ് നമുക്ക് ഒരു ബേബി ഗ്രീൻ കളറ്, ഒരു പിസ്ത ഗ്രീൻ ആ ഒരു ടോൺ. 4 സൈഡ് സ്കാലോപ്പ് ത്രെഡ് വർക്ക്, മൾട്ടി കളർ ത്രെഡ് വർക്കാണ് വരണേ. 4450 ആണ് പ്രൈസ് വരുന്നത്. സെമി സിൽക്ക് മെറ്റീരിയൽ ഓൾ ഓവർ ഇങ്ങനെ വർക്ക് വരുന്നു. ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നു. ഇത് നമുക്കൊരു ലെമൺ യെല്ലോ കളറിലേക്ക്, ലെമൺ യെല്ലോ അല്ല, ഒരു ബേബി യെല്ലോ. ഇത് വരുമ്പോഴേക്കും ഒരു ഗ്രീൻ ടോൺ, ഗ്രേ കളറ്, ഇതൊക്കെ ഇങ്ങനെ ഒരു യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ്. ഇങ്ങനെ ഒഴുകി കിടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു സ്ലീവ്ലെസ്സിലൊക്കെ വരുമ്പോഴേക്കും നമുക്കിങ്ങനെ ഒരു സ്കാലോപ്പിൻ്റെ ഹൈലൈറ്റും എല്ലാം കൂടെ ചേർന്ന ഒരു ഫാൻസി സാരിയാണ്. ഇത് വരുമ്പോഴേക്കും നല്ലൊരു പൗഡർ പിങ്ക് ഷെയ്ഡ്. നമുക്ക് ഈ ഒരു സമയം ഇങ്ങനെ കോളേജിൽ ഗ്രാജുവേഷൻ കുട്ടികളുടെയൊക്കെ ഒരു ടൈമിംഗ് ആയിരുന്നു, നേഴ്സിംഗ് സ്റ്റുഡൻസിന്. അപ്പോഴൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓർഗൻസ സാരികളും സെമിയിൽ വന്നിട്ടുള്ളത്. കാരണം ഇതൊക്കെ ഒരു 1 ടൈം യൂസ് ആകുമ്പോൾ അവരിങ്ങനെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസായിരുന്നു കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇത് വീണ്ടും ഫുൾ ത്രെഡ് വർക്കിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളുടെ ഗ്രാജുവേഷന് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വന്നപ്പോൾ 1 ടൈം കുട്ടി ഉപയോഗിക്കും, നെക്സ്റ്റ് ടൈം അമ്മ ഉപയോഗിക്കും. അപ്പം അങ്ങനെ ഒരു 2 കാറ്റഗറിയിൽ വരുന്ന ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന സാരികൾ അന്വേഷിച്ചിട്ട് തന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കിൽ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെമിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. ഫുൾ കാന്ത വർക്ക്, ഫുൾ ത്രെഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് 4 സൈഡിലേക്കും ക്രോഷോ ലേസ്. ഇതൊരു പൗഡർ ബ്ലൂ ഷെയ്ഡ്, നല്ലൊരു ബട്ടർ ചിക്കു ആ ഒരു ഷെയ്ഡ്. ഈ ഒരു കാറ്റഗറിയിലൊക്കെ വരുമ്പോഴേക്കും അമ്മമാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇണങ്ങുന്ന തരത്തിലുള്ള കളറുകളും വർക്കുകളുമാണ്. ഇതൊരു പീച്ച് കളറ്, നല്ല പീച്ച് കളറ്. ഇത് വരുമ്പോൾ ഒരു ബേബി ഗ്രീൻ,
ഇതൊരു ലെമൺ യെല്ലോ. ഇത് വീണ്ടും സെമി ടെസർ മെറ്റീരിയലിലേക്ക് 4 സൈഡിലേക്കും ചെറിയ കട്ട് വർക്കും ത്രെഡ് വർക്കും ആയിട്ട് നല്ലൊരു പൗഡർ പിങ്ക് ഷെയ്ഡിലേക്ക് വൈറ്റ് ത്രെഡ് വർക്ക് വരുന്നു. 4250 ആണ് പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളറും. ഇത് അതിൽ തന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ. ഇത് വരുമ്പോഴേക്കും ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള കളർ കോംബോ. പീച്ച് കളറ്. പൗഡർ ബ്ലൂ. ഈ സാരിയിൽ വരുമ്പോഴേക്കും ബ്ലൗസ് നല്ല ഹൈലൈറ്റ് ചെയ്ത് നല്ല ഡീറ്റെയിലിംഗ് വർക്കാണ്. ഒരു ഗ്രീൻ, ബേബി ഗ്രീൻ, നിയോൺ ഒരു കളർ ടോൺ. ഇത് വരുമ്പോൾ ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നു. ഓൾ ഓവർ ഈ ഒരു വർക്കാണ് വരണേ. ഇത് നല്ലൊരു പേൾ ക്രീം കളറിലേക്ക് ഇത് നല്ലൊരു ഗ്രേ, ഒരു ആഷ് ഗ്രേ ഒരു കളർ ടോൺ. നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് എല്ലാം കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ്. നെക്സ്റ്റ് നല്ലൊരു ക്രീം കളറ്, ഒരു പേൾ ക്രീം ഒരു കളർ ടോൺ. നെക്സ്റ്റ് നമുക്ക് ഓൾ ഓവർ കട്ട് വർക്ക് വന്നിട്ട് ബോഡി പാർട്ട് ഇതാ ഇങ്ങനെ ചെറിയൊരു സെമി ആർട്ട് മെറ്റീരിയൽ, ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഫുൾ ഇങ്ങനെ ഒരു ലോട്ടസ് ആ ഒരു, പിന്നെ ഇതിൻ്റെ സ്കാലോപ്പും കട്ട് വർക്കായിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു കൺസെപ്റ്റാണ്. കളേഴ്സുകളും വളരെ വെറൈറ്റി ആയിട്ട്. പ്രൈസ് വരുന്ന 4595. ഈ ഒരു കളർ ടോൺ തന്നെ ബ്ലൗസ് പീസ് വരുന്നു. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് വരുമ്പോഴേക്കും നല്ലൊരു ബ്ലൂ കളർ ടോൺ. ഇതാ ഇങ്ങനെ വരുന്നത്. നെക്സ്റ്റ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ്. ഇത് വരുമ്പോഴേക്കും ഒരു ഗ്രീൻ, ഒരു ഡസ്റ്റി ഗ്രീൻ കളർ. ഇതൊരു മെഹന്തി കളറ്. ഫുൾ കട്ട് വർക്കാണ്, ചെറിയൊരു സ്കാലോപ്പ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട്